SYEC DSPയുടെ മൊഡ്യൂൾ 1ൻ്റെ തിയറിയാണ്. അതിൽ നമുക്ക് ആദ്യം പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം അല്ലാണ്ട് കുറച്ച് പ്രോപ്പർട്ടി വെച്ച പ്രോബ്ലംസ് ഉണ്ട്. ഇത് ആക്ച്വലി നമുക്ക് 1ൽ മാത്രമല്ല 2ലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് x1 x2 തന്നിട്ടുണ്ട്. ഇതിൻ്റെ DFT കാണണം. പക്ഷേ നമ്മളത് ഒരു വട്ടം DFT കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് 2 സെക്കൻഡിലെ DFT ആണ്, നമ്മൾ രണ്ടിനെ ഇൻഡിവിജ്വൽ DFT എടുത്താലേ കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മളിത് ഒരു വട്ടം എങ്ങനെയാണ് കാണുന്നത് നോക്കാൻ പോവാം. അപ്പോൾ നമ്മൾ തന്നേക്കുന്ന സിഗ്നലിനെ റിയലും ഇമാജിനായിട്ട് എടുത്തെഴുതാം. കണ്ട, ആദ്യത്തേലെ ഫസ്റ്റ് ടൈം 1, മറ്റേതിൽ ഫസ്റ്റ് ടൈം 2. അപ്പോൾ ഞാൻ 1 + 2j എന്ന് എഴുതി. അങ്ങനെ 2 + 2j അങ്ങനെ നമ്മൾ ഒറ്റ സീക്വൻസ് ആക്കി മാറ്റി. അപ്പോൾ ഒരു 4 പേരുള്ള ഒരൊറ്റ x(n) ആയി. നമ്മൾ ക്ലാസ്സിൽ പഠിച്ച പോലെ അതിൻ്റെ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അത് x(k) കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക. സ്റ്റാർ അല്ലെങ്കിൽ ഡോട്ട് റെപ്രസെൻറ്റഡ് കോഞ്ചുഗേറ്റ് ആണ്. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിനറി സൈൻ മാറ്റി എഴുതി. അതുപോലെ തന്നെ അതിൻ്റെ x*(4 - k) എഴുതി. 4 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടോട്ടൽ n 4 പേരുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് x1(k)യും x2(k) ആണ്. താഴെ ഒരു ഫോമുലയുണ്ട്, ½ x(k) + x*(n - k). അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ ഡേറ്റാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് x1(k) കിട്ടും. ഈ സെയിം തന്നെ ആ പ്ലസിന് മാറ്റി മൈനസും കൊടുക്കുക, /2j എഴുതി കഴിഞ്ഞാൽ നമുക്ക് x2(k) കിട്ടും. കണ്ടോ, അപ്പോൾ നമ്മൾ ഒരു വട്ടം ട്രാൻസ്ഫോം ഒരു വട്ടം ചെയ്തോളൂ. x(k) ഒറ്റ വട്ടമല്ലേ കണ്ടുപിടിച്ചുള്ളൂ. പക്ഷെ നമ്മൾ ആൻസർ രണ്ടെണ്ണമായിട്ട് സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു പ്രാവശ്യം ട്രാൻസ്ഫോം ചെയ്തിട്ട് രണ്ടിനെ സെപ്പറേറ്റ് ആൻസർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എക്സാമ്പിളായിട്ട് ചോദിക്കാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ പ്രോബ്ലമായിട്ട് ചോദിക്കാറുണ്ട്. രണ്ടാമത് ഒരു 8 പോയിൻ്റ് ഡാറ്റ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളതിനെ 4 പോയിൻ്റ് വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ തന്നേക്കണ ക്വസ്റ്റിൻ്റെ പൊസിഷൻ വൈസ് ഇവനും ഓടുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് x1(n) കിട്ടും, x2(n) കിട്ടും. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ അതിനെ റിയലും ഇമാജിനറി ആയിട്ട് ഒരു x(n) ആക്കി എഴുതുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രാൻസ്ഫോം എടുത്താൽ f(k) കിട്ടും. അതുപോലെ നേരത്തെ കണ്ട പോലെ സിമിലർലി നമുക്കതിൽ നിന്ന് x1(k)യും x2(k)യുടെ ഇക്വേഷൻ x(n - k) ചെയ്യണം. n - k നമ്മൾ നേരത്തെ പോലെ 4 - k തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് x1(k) കിട്ടും, x2(k) കിട്ടും. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് ട്രാൻസ്ഫോം നമുക്ക് കിട്ടി. പക്ഷേ നമുക്ക് വേണ്ട 8ൻ്റെ ആൻസറാണ്. അപ്പോൾ x0 മുതൽ x7 കയറാനുള്ള ഇക്വേഷൻസാണ് താഴെ എഴുതിയേക്കണത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ അതിൽ ω8(0)യും ω8(2) ഒക്കെ നമ്മൾ ട്യൂഡിൽ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. പകരുന്ന വാല്യൂസാണ് ആ 0.70 എന്ന് പറഞ്ഞാൽ ω8(1) 1ൻ്റെ വാല്യൂ ആണ് 0.70 - j.70. അത് നമ്മൾ ക്ലാസ് ചെയ്തപോലെ cos θ - j sin θ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന വാല്യൂസാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അപ്പോൾ 0 to 7 വരെ കിട്ടും. അപ്പോൾ നമുക്ക് അവർ 8ൻ്റെ തന്നേക്കണേ. പക്ഷേ നമ്മൾ 8നെ അല്ല 2 4 ആക്കിയിട്ടാണ് ചെയ്തത്. ഇതും എക്സാമ്പിളായിട്ടോ പ്രോബ്ലമായിട്ടോ ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് DFTയുടെ 2 പ്രോപ്പർട്ടിയാണ്. നമ്മുടെ x(k)യുടെ ഫോമിൽ ഞാൻ ചുവടെ എഴുതിയിട്ടുണ്ട്. അതിൽ e⁻ j⁻θ അതിൻ്റെ എക്സ്പാൻഷൻ ശരിക്കും cos θ - j sin θ എന്നാണ്. അതിൻ്റെ കോസ് ഫംഗ്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ റിയൽ സീക്വൻസസും അതിൻ്റെ ഇമാജിനറി ഫംഗ്ഷൻ എടുക്കണതിനാണ് നമ്മൾ ഇമാജിനറി സീക്വൻസും വിളിക്കുക. ഇമാജിനറി ഫംഗ്ഷൻ എടുക്കുമ്പോൾ cos θ - j sin θ ആണ്. ഇപ്പോൾ റിയൽ പാർട്ട് cos θ ആണ്, അതാണ് ആദ്യം എഴുതിയേക്കുന്നത്. ഇമാജിനറി പാർട്ട് -j sin θ ആണ്, അതാണ് താഴെ എഴുതിയേക്കുന്നത്. അതാണ് ഇവനും ഓർഡിനും ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെയുള്ള പ്രോപ്പർട്ടിയാണ് അതിൽ ഇമ്പോർട്ടൻറ്റ് പാർസിവൽസ് തിയറം ആണ് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുക. സമ്മേഷൻ ഓഫ് n = 0 to n - 1 മോഡുലസ് അഥവാ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ = 1/(k0 to n - 1) x(k) ട്രാൻസ്ഫോമിൻ്റെ x(k) എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫോം ഉണ്ട്, അതിൻ്റെ സ്ക്വയർ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകാം. അപ്പോൾ നമ്മൾ പ്രൂഫായിട്ട് 0 to n - 1 mod of x(n) സ്ക്വയറിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് നമ്മൾ രണ്ടായിട്ട് x(n) × x*(n) അത് ഫംഗ്ഷനും അതിൻ്റെ കോഞ്ചുഗേറ്റ് ആയിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡിൻ്റെ സ്ക്വയറിനെ റെപ്രസെൻറ്റ് ചെയ്തു. അതിൽ x*(n) നമ്മൾ പുറത്തേക്ക് ഇറക്കി. മറ്റേ x(n) നമ്മുടെ ട്രാൻസ്ഫോമിൻ്റെ ഫോമുലയ x(k) × അത് എടുത്ത് എഴുതി വെച്ചു. അത് x(k) ഞാൻ പുറത്തേക്ക് ഇട്ടു, x*(n) എടുത്ത് അകത്തേക്ക് ഇട്ടു. ആ സ്റ്റാർ ഞാൻ ഹോളാക്കി കാണിക്കുക. സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോഞ്ചുഗേറ്റ് ആണ്. അപ്പോൾ എക്സിൻ്റെ കോഞ്ചുഗേറ്റ് ഞാൻ ഹോൾ സ്റ്റാർ ആയിട്ട് മേളിൽ എഴുതി. e⁻j ആണ്. അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് -j ആക്കിയിട്ടാണ് താഴെ എഴുതിയേക്കുന്നത്. അപ്പോൾ x(k) നമുക്ക് താഴെയുണ്ട്. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ x(k)യുടെ ഇക്വേഷൻ ആണത്. പക്ഷേ സ്റ്റാർ ഉള്ളതുകൊണ്ട് ഞാൻ x*(k) എന്ന് എഴുതി. അപ്പോൾ x(k) × x*(k) എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് x(k)യുടെ ഹോൾ സ്ക്വയർ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻ്റെ LHS = RHS നമ്മൾ പ്രൂവ് ചെയ്തു. അതാണ് പാർസിവൽസ് തിയറം. പിന്നുള്ളത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. x(n - ω) = ω × n(mk) x(k). എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റിംഗ് വാല്യൂ ആണ്. ഫോർ എക്സാമ്പിളായിട്ട് നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോമിൽ എഴുതി വെച്ചു. അതിൽ നമ്മൾ x(n)ൻ്റെ ഫോമിലാണ് ശരിക്കും DFTയിൽ എഴുതിയേക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് n - m ആണ്. അപ്പോൾ ഫോമുലയിലെ n കാണുന്ന സ്ഥലത്തെല്ലാം n - m എന്നിട്ട് കൊടുത്തു. അപ്പോൾ n - m ഞാൻ p എന്ന് കൺസിഡർ ചെയ്താൽ അടുത്ത സ്റ്റെപ്പിൽ p എന്ന് എടുക്കാം. പക്ഷേ മേളിൽ സ്മോൾ n ഉണ്ട്. p = n - m എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് n = p + m എന്ന് എടുക്കാം. അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. p ഇല്ലാത്ത ടൈം എടുത്ത് പുറത്തേക്ക് ഇട്ടു, p ഉള്ളത് മാത്രം അകത്ത് വെച്ചു. കണ്ടോ, അപ്പോൾ ഫോമുല നോക്കിയേ x(n) × ω(n)(k) വരും x(p) എന്നാണ്. അത് നമുക്ക് നമ്മുടെ ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ n p ഒന്നുള്ളൂ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് x(k) എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എഴുതിയ പ്രോപ്പർട്ടിയുടെ LHS = RHS നമ്മൾ പ്രൂവ് ചെയ്തു.
പിന്നെ ചോദിക്കുന്നത് സെയിം തന്നെ സർക്കുലർ ഫ്രീക്വൻറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മളവിടെ ട്രാൻസ്ഫോംസിൽ ഒമേഗ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് തിരിച്ച് ടൈം ഡൊമൈനിൽ ഒമേഗ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ട്രാൻസ്ഫോമിൽ ഷിഫ്റ്റിംഗ് കാണിക്കണം. അതാണ് ആ സൈഡിൽ x(k(n-1) എന്ന് എഴുതിയേക്കണേ. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് താഴെ പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രോപ്പർട്ടിയാണ് ചോദിക്കാൻ, ഞാൻ താഴെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഇസഡ് ട്രാൻസ്ഫോമും നമ്മുടെ DFT ആണ്. അപ്പോൾ ഞാൻ പോയിട്ട് ആദ്യം ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഫോമിൽ എഴുതി വെച്ചു. സിമിലർലി x(n) ഫോമിൽ എഴുതും. അപ്പോൾ എൻ്റെ x(z)ൻ്റെ ഫോമുലയിൽ ആ x(n) വരും ഇപ്പോൾ കണ്ട സാധനം നമ്മളങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നിന്ന് x(k) ഞാൻ പുറത്തേക്ക് ഇറക്കി, 1/n പുറത്തേക്ക് ഇറക്കി. ബാക്കിയുള്ള e⁻²2πkn മാത്രം നിർത്തിയിട്ട് ഇസഡിനകത്തേക്ക് കയറ്റി z⁻⁻1 എഴുതിയിട്ട് ദ ഹോൾ റേസ് ടു എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ 0 to n-1 r⁻ ഫോമുല 1 - r⁻n/(1 - r) എന്നാണ് താഴെ എഴുതിയേക്കുന്നത്. അപ്പോൾ അതേ നമുക്ക് ഇസഡിലും DTFT തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെറിവേഷനായിട്ട് ചെറിയ മാർക്കിന് ചോദിക്കുന്നതാണ്. പിന്നെ റിലേഷൻ ടു സെയിം തന്നെ ഫോറിയർ ട്രാൻസ്ഫോം ഇപ്പോൾ രണ്ടിൻ്റെയും ഫോമുല താഴെ ചെയ്തിട്ടുണ്ട്. ഓൺ കമ്പയറിങ് നമുക്ക് ഒമേഗയ്ക്ക് പകരം 2πk/n ആയിരിക്കും കിട്ടുക. പിന്നെ എനർജി കാണാനായിട്ട് ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പർസിബിൾ തിയറം വെച്ച് എനർജി കാണാൻ ചോദിച്ചാൽ നമ്മൾ x(n) തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം x(k) ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമ്മൾ ക്ലാസ് ചെയ്ത പോലെ, ഞാൻ വാല്യൂ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് ചെയ്ത പോലെ n 4 ട്രാൻസ്ഫോം കണ്ടുപിടിച്ച x(k) കിട്ടും. അതിൽ നമ്മുടെ 1/n ഇൻറ്റു mod x(k)യുടെ സ്ക്വയർ എല്ലാം കൂടി ആഡ് ചെയ്യുക. അത് ഓൾറെഡി നമ്മൾ പ്രോപ്പർട്ടിയിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ്. വെറുതെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയാണ് സ്പേസ് ഇട്ടാണ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് DFTയുടെ രണ്ട് പ്രോപ്പർട്ടിയാണ്. DFT ഓഫ് x(n) എടുക്കണമെങ്കിൽ n ഇൻറ്റു x(n-1) ചെയ്താൽ മതി. DFTയുടെ എത്ര ടൈം എടുക്കണോ അത്രയും n² ഇൻറ്റു x(n) എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എക്സാമ്പിളായിട്ട് താഴെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബേസിക് എലമെൻറ്റ്സ് ആണ്. അത് നിങ്ങൾ തിയറിയായിട്ട് വായിച്ച് പഠിക്കണം. പിന്നെ പ്രോപ്പർട്ടീസ് ഓരോന്ന് നിങ്ങളോട് വൺ വേർഡായിട്ട് എക്സ്പ്ലെയിൻ ചോദിച്ചാൽ അത് തന്നേക്കണ പ്രോപ്പർട്ടീസ് എല്ലാം ജസ്റ്റ് നിങ്ങളോട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ് എഴുതേണ്ട കാര്യമാണ് കേട്ടോ.